ഇസ്ലാമിനെ പറയാൻ, വിമർശിക്കാനുള്ള എന്റെ റൈറ്റ്സിനെ ചോദ്യം ചെയ്യാൻ നീ ആരാ? ഞാൻ ജീവിക്കുന്നതേ പാകിസ്ഥാനിലല്ല, അഫ്ഗാനിസ്ഥാനിലല്ല, നരേന്ദ്രമോദി ഭരിക്കുന്ന ജനാധിപത്യ രാജ്യത്താ. ഈ രാജ്യത്ത് ആരും വിമർശനങ്ങൾക്ക് അതീതരല്ല, ഒന്നും വിമർശനങ്ങൾക്ക് അതീതമല്ല. എന്റെ വിമർശിക്കാനുള്ള വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യാൻ കുട്ടി ഹസൻ ആരാ? ഏതെങ്കിലും ഒരു മൂലയ്ക്ക് പോയിരുന്ന സുബ്ഹാനല്ലാഹ് പറഞ്ഞുകൊണ്ട് പോയിരിക്കടാ പടാ. അപ്പോ ഇവർ പലപ്പോഴും ഇരകളായി പ്രത്യക്ഷപ്പെടും, മറ്റു ചിലപ്പോൾ വേട്ടക്കാരായും പ്രത്യക്ഷപ്പെടും. ഇനിയും അതിലൊന്നും പെടാതെ ഒരു വിഭാഗമുണ്ട്, അവർ ഇവരെ സൈലന്റായി വളർത്തിക്കൊണ്ടിരിക്കും. ജോസഫ് മാഷ്ടെ കൈയും കാലം എടുത്തപ്പോ നിശബ്ദരായിരുന്നിട്ട് അവരെ പിന്തുണച്ച ഒരു വിഭാഗമില്ലേ, അതുപോലെ നമ്മൾ അവിടെയും ഇല്ല ഇവിടെയും ഇല്ല, നമ്മൾ എതിർക്കാനുമില്ല പിന്തുണയ്ക്കാനുമില്ല. പക്ഷെ ഇവരാഗ്രഹിക്കുന്നു. എന്റെ പ്രവാചകനെ വിമർശിച്ച ജോസഫിന്റെ കൈയല്ല എടുക്കേണ്ടിയിരുന്നത്, തലയായിരുന്നു എന്ന് അബ്ദുൽ നാസർ മദനി പറഞ്ഞതുപോലെ അതേ രൂപത്തിൽ തന്നെ ചിന്തിക്കുന്ന, അതേ രൂപത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം ആളുകൾ, അവരാണ് നിശബ്ദമായി പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള SDP പോലെയുള്ള പ്രസ്ഥാനങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നത്. ഇപ്പൊ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച സമയത്ത് ജുമാ കുത്തുബകളിൽ ഇവിടെ ഭയങ്കരമായിട്ടുള്ള പ്രാർത്ഥനകളായിരുന്നു, നമസ്കാരവും. അവർ 5 നേരം നമസ്കരിക്കുന്നവരല്ലേ, അവര് നമ്മുടെ സ്വന്തം സഹോദരങ്ങളല്ലേ. അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് സംഭവിച്ചാലല്ല, നമ്മൾ നാളെ അല്ലാഹുവിനോട് സമാധാനം പറയേണ്ടി വരില്ലേ, അവർ മുസ്ലിങ്ങൾക്ക് വേണ്ടിയല്ലേ കഷ്ടപ്പെടുന്നത്. ഇതൊക്കെയായിരുന്നു ഇവര് പാടിക്കൊണ്ട് നടന്നത്. അത്രയും ഗാസയെ ചൊല്ലി ഇവർ ഈ ഒഴുക്കുന്ന കണ്ണീരുണ്ടല്ലോ, അവരുടെ ലക്ഷ്യം ഗാസയല്ല. ഗാസക്കാര് തന്നെ തള്ളിപ്പറഞ്ഞ ഹമാസിനെയാണ് അവർ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത്. ഇവര് ഗാസയ്ക്കു വേണ്ടിയും റാഫയ്ക്കു വേണ്ടിയും കണ്ണീരൊഴുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ അറിയണം. ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് വേണ്ടി ഇവര് കണ്ണീരൊഴുക്കിയില്ല. ഇസ്രായേലിൽ പിടഞ്ഞു വീണു മരിച്ച 1400 സിവിലിയന്മാർക്ക് വേണ്ടി ഇവര് കണ്ണീരൊഴുക്കിയില്ല. എന്താ കാരണം? അതൊക്കെ ചെയ്തത് മുസ്ലിങ്ങളായിരുന്നു. ഗാസയ്ക്ക് വേണ്ടി ഇവർ നിരന്തരം കരഞ്ഞു. എന്താ കാരണം? എതിർഭാഗത്തുള്ളത് ജൂതന്മാരാണ്. ജൂതനെ എതിർക്കുക, ജൂതന്മാരോട് നബിക്കും പടച്ചോനും തീർത്താ തീരാത്ത കലിപ്പാണ്. അല്ല, എല്ലാത്തിനും പറ്റുന്ന പടച്ചോൻ വിചാരിച്ച ജൂതന്മാരെ മൊത്തത്തിൽ ഇല്ലാതാക്കാൻ പറ്റൂലേ? പിന്നെ അവരെ ശപിക്കുകയും പ്രാഗയും കോപിക്കുകയും ഒക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ? നമ്മൾ വിചാരിച്ചാൽ എന്തും നടക്കുമെന്നുണ്ടെങ്കിൽ അതങ്ങ് നടത്തിയാ പോരെ. എന്തിനും പറ്റുന്ന പടച്ചോൻ ഇങ്ങനെ മുൻപല്ല് കൊണ്ട് ചിരിച്ചിട്ട് അണപ്പല്ല് കൊണ്ട് കെട്ടിച്ച് ഞെരിക്കേണ്ട കാര്യം എന്താ? എന്തിനാ പടച്ചോൻ ഇത്ര കലിപ്പ്? ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളായ ഖുർആൻ, ഹദീസ്, അതൊക്കെ ഒന്ന് പഠിച്ചാലാണ് മുസ്ലിങ്ങളുടെ ഈ ജൂത വിരോധം, ഈ അന്യമത വിരോധം എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവും. ജൂതൻ അവന്റെ സ്വന്തം പ്രയത്നത്തിലൂടെ വളർന്നുകൊണ്ടേയിരിക്കുന്നു. ജൂതൻ മറ്റുള്ളവരെ നശിപ്പിക്കാനല്ല ശ്രമിക്കുന്നത്, സ്വയം നശിക്കാതിരിക്കാനാ. ജൂതൻ ഉണ്ടാക്കിയ മീഡിയയാണെന്ന് നമ്മൾ ഉപയോഗിക്കുന്നതെല്ലാം. എന്നിട്ട് ആ ജൂതനെ എതിർക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ തന്നെ ഉപയോഗിക്കുന്നു ഇവര്. നിങ്ങൾ ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റാഗ്രാമും ഒക്കെ വാരിയിട്ട് കത്തിക്കേ. ടാറ്റ പ്രൊവൈഡ് ചെയ്ത പാസ്പോർട്ട് വേണ്ടെന്ന് വെക്കേ. നിങ്ങള് എയർലൈൻസ് ഉപയോഗിക്കണ്ട, ഇന്ത്യൻ എയർലൈൻസ് വേണ്ട, ഫ്ലൈറ്റിൽ കയറണ്ട. നിങ്ങൾ വേണമെങ്കിൽ യൂട്യൂബ് ഹാജി പോയതുപോലെ നടന്നു പോയിക്കോ. ആരും അറിയാതെ, ആരും ഇല്ലാത്ത ഭാഗത്തെത്തുമ്പോൾ വേണമെങ്കിൽ വണ്ടി പോയിക്കോ. ആളെ പറ്റിക്കാൻ നമ്മളെ പോലെ ആരാ കേമനെന്ന് എല്ലാവർക്കും അറിയാലോ. യൂട്യൂബ് ഹാജി ശരിക്കും പഠിപ്പിച്ചതാ. അപ്പോ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന ഇന്ത്യയുടെ നിതാന്ത ശത്രുവാണ്. എല്ലാ കാലത്തും ഇന്ത്യക്കെതിരെ എങ്ങനെ പ്രവർത്തിക്കാം, ഇന്ത്യയെ എങ്ങനെ തകർക്കാം എന്ന് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണിത്. ഇന്ന് ഇന്ത്യൻ ജനതയ്ക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയിരിക്കുന്ന ടാറ്റയുടെ സഹായത്തോടെ നിരവധി ഓർഫനേജുകൾ ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഇസ്രായേലില് അറബ് രാജ്യങ്ങളുടെ പിന്തുണയോടുകൂടി ഹമാസ് ഭീകരർ നുഴഞ്ഞു കയറി സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ ബന്ദികളാക്കി തലയില്ലാത്ത കുഞ്ഞുങ്ങളെ ഇസ്രായേലിന് തിരിച്ചു കൊടുത്ത് അല്ലാഹു അക്ബർ എന്ന് വിളിച്ച് ജീവനോടെ കുഞ്ഞുങ്ങളെ കുഴിക്കകത്തിട്ടു മൂടി ലോകം കണ്ട കാഴ്ചകളാണിതെല്ലാം.
ഇന്ന് ആ ഇസ്രായേലിനെ പിന്തുണച്ചുകൊണ്ട് സൗദിയും UAEയും വരാനുള്ള കാരണം എന്താ? യമനികൾ വളരരുതെന്ന് സൗദിയുടെ ആവശ്യമാണ്. ഹൂതികളെ തകർക്കണം. ഹൂതികളും ഹിസ്ബുള്ളയും ഐസിസും എല്ലാ കാലത്തും അറബ് രാജ്യങ്ങളെ തകർക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇസ്രായേൽ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് ഇസ്രായേലിനു വേണ്ടിയല്ല, ജൂതന്മാർക്കു വേണ്ടിയല്ല. ലോകത്ത് മുഴുവൻ മനുഷ്യർക്കും സമാധാനം ഉണ്ടാകണമെങ്കിൽ, സ്വസ്ഥതയുണ്ടാകണമെങ്കിൽ, നിർഭയത്വത്തോടുകൂടി മുഴുവൻ മനുഷ്യർക്കും ജീവിക്കാൻ കഴിയണമെങ്കിൽ ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ഇല്ലാതാക്കിയേ പറ്റൂ. അവർ ഇല്ലാതായേ തീരൂ. കാരണം അവര് എല്ലാ മനുഷ്യന്റെയും മനുഷ്യത്വത്തെ കാർന്നു തിന്നുന്ന വിഭാഗമാണ്. അതുകൊണ്ട് അവരെ ഒരു കാരണവശാലും വച്ചു വാഴിക്കരുത്. എന്നാണോ ഹമാസ് ആയുധം വയ്ക്കുന്നത്, അന്ന് ലോകത്തിന് സമാധാനം ഉണ്ടാകുമെന്ന് നെതന്യാഹു പറഞ്ഞത്. ഇസ്രായേല് ലോക സമാധാനത്തിന് വേണ്ടിയാണ് ഹമാസിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. ഇന്ന് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന സൗദിയെയും UAEയെയും ബഹിഷ്കരിക്കാൻ ഇവർ തയ്യാറാകുമോ? ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തെ ഇവർ ബഹിഷ്കരിക്കാൻ തയ്യാറാകുമോ? എന്നാലാണല്ലോ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന ടാറ്റയോടുള്ള ഇവരുടെ ബഹിഷ്കരണം സത്യമാകത്തുള്ളൂ. പെരുന്നാൾ മാർക്കറ്റ് മുന്നിൽ കണ്ടിട്ടേ ഏതോ തലയ്ക്കകത്താള് താമസമുള്ളവൻ, പ്രാദേശിക തുണിക്കാരുടെയൊക്കെ ബുദ്ധിയും സ്പോൺസർഷിപ്പും ഒക്കെയാണ് ഈ സുഡിയോ ബഹിഷ്കരണത്തിന് പിന്നിലുള്ളത്. ആരോ SIOക്കാരെ ഇളക്കി വിട്ടു. ടാറ്റ ഉണ്ടല്ലോ, നമ്മൾ വിചാരിക്കുന്നത് പോലല്ല. സുഡിയോ നല്ല ലെവലിൽ കയറിക്കൊണ്ടിരിക്കുക. ഇപ്പം എന്തെങ്കിലും ഒന്ന് കത്തിച്ചു വിട്ടാൽ ബലി പെരുന്നാളിനോടനുബന്ധിച്ചിട്ട് നമ്മുടെ ആരും ആ സ്ഥാപനത്തിൽ പോകത്തില്ല. അതോടുകൂടി സുഡിയോ അങ്ങ് പൂട്ടുമെന്ന് ഇപ്പൊ പ്രാസം ഒപ്പിച്ച് പറയാനുള്ള എളുപ്പത്തിൽ ആളുകൾ എല്ലാവരും വിചാരിച്ചിരുന്നത് സുഡിയോ എന്ന് പറഞ്ഞാൽ സുഡാപ്പികളുടേതാണ് എന്നൊരു ധാരണ ഉണ്ടായിരുന്നു. ഇപ്പോൾ ടാറ്റ എന്താണെന്നും ടാറ്റ എന്താണ് ഈ രാജ്യത്ത് ചെയ്യുന്നതെന്നും കൂടുതൽ ആളുകൾക്ക് മനസ്സിലായി. ഇനി വസ്ത്രം വാങ്ങുന്നെങ്കിൽ സുഡിയോയിൽ നിന്നേ വാങ്ങൂ എന്ന് തീരുമാനമെടുക്കാൻ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന കോടിക്കണക്കിന് ആളുകളെ ഇവർ പഠിപ്പിച്ചു തന്നു. നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ നിർണായകമായി നട്ടെല്ലായിട്ട് നിൽക്കുന്ന ടാറ്റ എല്ലാം മുട്ടുസൂചി മുതൽ വിമാനം വരെ ദ്രവ്യമായിട്ടായിരുന്നാലും സേവനമായിട്ടായിരുന്നാലും പണമായിട്ടാണെങ്കിലും പിന്തുണയായിട്ടാണെങ്കിലും ശരി, ഈ രാജ്യത്തെ ബലപ്പെടുത്തിയ നട്ടെല്ലാണ് ടാറ്റ എന്ന് പറയുന്ന പ്രസ്ഥാനം. കിട്ടുന്ന ലാഭം മൊത്തം നമ്മുടെ രാജ്യത്തെ പൗരന്മാർക്ക് വേണ്ടി നീക്കിവെക്കുന്ന ഒരു പ്രസ്ഥാനത്തെ തകർക്കാൻ ഇവർ ശ്രമിക്കുന്നത് ഈ രാജ്യത്തോടുള്ള ഇവരുടെ വിരോധം എത്രമാത്രം രൂക്ഷമായി നിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുക. ഇവരുടെ ലക്ഷ്യം ടാറ്റയല്ല എന്ന് ഞാൻ പറയാനുള്ള കാരണവും അത് തന്നെയാണ്. ഇവർക്കൊരു സുഡിയോയോ ഒരു ടാറ്റയോ ഒന്നുമല്ല. അങ്ങനെയാണെങ്കിൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന സൗദിയിൽ ഞങ്ങൾ പോകുന്നില്ല എന്നങ്ങ് വയ്ക്കേ. ടാറ്റയുടെ ഫ്ലൈറ്റുകൾ ഇനി നമുക്ക് വേണ്ട, നിങ്ങൾ നടന്നു പോയിക്കോന്നേ നിങ്ങൾക്ക് പോകണമെങ്കിൽ. ടാറ്റ സാധാരണക്കാരനു വേണ്ടി, ഈ രാജ്യത്തിനു വേണ്ടിയാണ് നിലനിൽക്കുന്നത്. നിങ്ങൾക്ക് ഓരോ സാഹചര്യങ്ങളിലും ഈ രാജ്യത്തിൻ്റെ എതിരായി നിൽക്കണം. അതിന് ഇനിയും ഇവിടെ നടപ്പില്ല. കാരണം എന്താണെന്നറിയാമോ? ഇവരുടെ യഥാർത്ഥ തന്ത്രം എന്താണെന്നും ഇന്ത്യ വിരുദ്ധത എന്താണെന്നും കൂടുതൽ ആളുകൾ മനസ്സിലാക്കി കഴിഞ്ഞു കാക്കാമാരെ. അതുകൊണ്ട് ഈ 3 ദിവസമുണ്ടല്ലോ, സുഡിയോയുടെ വിറ്റുവരവ് കോടികളാണ്. പോയി നിന്ന് എണ്ണി 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 നിങ്ങളൊക്കെ ഫ്രസ്ട്രേഷൻ ഒന്ന് ഇറക്കി വെച്ചോ. എന്നിട്ട് കാക്ക